ഈ സാറ്റർഡേ നമ്മളോട് വിരുന്ന് ചെല്ലാൻ അപ്പൂപ്പൻ കാശിയേട്ടനോട് പറഞ്ഞിരുന്നോ? തിരികെയുള്ള യാത്രക്കിടെ അപ്പു തിരക്കി. ആ, നീ അകത്തേക്ക് പോയില്ലേ? അപ്പോ പറഞ്ഞു. നമുക്ക് ഉച്ചയ്ക്ക് പോവാം കേട്ടോ അർപ്പിത. അന്ന് എനിക്ക് വേറെ ഒരു അത്യാവശ്യമുണ്ട്. രാഗത്തിന്റെ ഗേറ്റിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി കാശി. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്ക് രാവിലെ പോണമെന്നായിരുന്നു. വാടിയ മുഖത്തോടെ അപ്പു ഇറങ്ങി ബാഗിൽ നിന്ന് താക്കോൽ എടുത്ത് ഗേറ്റ് തുറന്നു. കാശി ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് മുറ്റത്ത് നിർത്തിയപ്പോൾ പെണ്ണ് ചെന്ന് വീടിന്റെ മുൻവാതിലും തുറന്നു. എന്റെ കൂടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന രേവതിയുടെ അച്ഛൻ ഒരു സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ്. അപ്പോൾ ഞങ്ങൾ 3-4 പേര് കൂടെ ഒന്ന് നോക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് മാറ്റി പറയാൻ പറ്റില്ല. അപ്പുവിന്റെ പിന്നാലെ അകത്തേക്ക് നടക്കുമ്പോൾ കാശി പറഞ്ഞു. ആണോ? എന്നാ പിന്നെ ഉച്ചയ്ക്ക് കാശിയേട്ടൻ വന്നിട്ട് പോകാം. ബാഗും കയ്യിലിരുന്ന കവറുമൊക്കെ ടേബിളിന് മേലെ വെച്ചിട്ട് വലിയ തെളിച്ചമില്ലാത്ത മുഖത്തോടെ അപ്പു പറഞ്ഞു. കാശിയേട്ടാ. പെണ്ണെന്ന് വിളിച്ചിട്ട് തിരിഞ്ഞതും വാതുക്കൽ കൈയും കെട്ടി കാശി നിൽപ്പുണ്ടായിരുന്നു. അതെ, കാശിയേട്ടൻ ചായ വെക്കട്ടെ? ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അവനെ നോക്കി പല്ല് മുഴുവൻ പുറത്തേക്ക് കാണിച്ച് ചിരിച്ചുകൊണ്ട് അപ്പു തിരക്കി. ചായ ഞാൻ കുടിച്ചതാണ്. വൈകിട്ട് ഒരു ചായയേ പതിവുള്ളൂ. കാശി അതേ നിൽപ്പ് നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാ ഞാനൊരു കട്ടൻ എടുക്കട്ടെ? അപ്പു മെല്ലെ ചോദിച്ചു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് മതി. എന്നാ പിന്നെ കാശിയേട്ടൻ കുളിച്ചിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് ദാഹജലം കൊടുത്തിട്ട് വരാം. ഷർട്ടിന്റെ സ്ലീവ് നിവർത്തിക്കൊണ്ട് തിരിഞ്ഞു പോയവൻ അവൾ പറയുന്നത് കേട്ട് തിരിഞ്ഞു നിന്നു. ദാഹജലമോ? ആർക്ക്? കാശി അന്തം വിട്ട് പെണ്ണിനെ നോക്കി. എന്റെ ചെടികുട്ടന്മാർക്ക്, അല്ലാണ്ട് ആർക്ക്? കാശിയേട്ടൻ കുളിച്ചു വരുമ്പോൾ ഞാനും വരാമേ. ചിരിയോടെ പെണ്ണ് പറയെ കാശി ദയനീയമായി അവളെ നോക്കി തലയാട്ടി. അവൻ തലയാട്ടി കാണിച്ചതും അപ്പു പുറത്തേക്ക് ഓടി. എന്റെ ഈശ്വര, ഈ പെണ്ണ് എന്താണോ ഇങ്ങനെ? ഇതിന് വയസ്സ് 18 ആണോ 8 ആണോ? അപ്പു പോയ വഴിയെ നോക്കി നെഞ്ചിൽ കൈവച്ച് ആത്മഗതിച്ചുകൊണ്ട് കാശി മുറിയിലേക്ക് പോയി. പിള്ളേർക്ക് ദാഹജലമൊക്കെ കൊടുത്തോ അർപ്പിത? അടുക്കളയിൽ കട്ട പഞ്ചസാര ചേർത്ത് ഇളക്കിക്കൊണ്ട് നിന്ന അപ്പുവിന്റെ അടുത്തേക്ക് വന്നു കാശി ചോദിച്ചു. അതൊക്കെ എപ്പോഴേ കൊടുത്തു. കാശിയേട്ടെന്താ ഈ കട്ടനും അച്ചമ്മ സ്പെഷ്യൽ അടയും കഴിച്ചേ? പ്ലേറ്റിൽ അടയും എടുത്തു വെച്ച് കപ്പിൽ കട്ടനും ഒഴിച്ച് അടുക്കളയിൽ തന്നെയുള്ള ചെറിയ ടേബിളിൽ വെച്ചിട്ട് അപ്പു പറഞ്ഞു. എനിക്ക് ഈ കട്ടൻ മാത്രം മതി. അടയൊക്കെ അർപ്പിത കഴിച്ചോ? സ്റ്റൂൾ നീക്കിയിട്ട് അതിലേക്കിരുന്ന് കട്ടൻ കയ്യിലെടുത്തിട്ട് കാശി പറഞ്ഞു. ഞാൻ കഴിച്ചതാണ്. ഇത് ഞാൻ കാശിയേട്ടന് വേണ്ടി മറക്കാതെ എടുത്ത് എൻ്റെ ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഇത് കഴിക്കണം. അവൾ പറയുന്നത് കേൾക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു പിടപ്പ് വ്യക്തമായി അറിഞ്ഞു കാശി. ദാ ഇത്തിരി കഴിച്ചു നോക്കിക്കേ, ഏട്ടന് ഒത്തിരി ഇഷ്ടമാവും. ഒരു പീസ് അട മുറിച്ച് കാശിയുടെ വായ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് അപ്പു പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവനെ അറിയാതെ തന്നെ കാശി വായ തുറഞ്ഞു അത് സ്വീകരിച്ചു. കൊള്ളില്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? ഇനി ഇത് മുഴുവൻ കഴിച്ചോണം. അവൾ പറയുന്നത് കേട്ടിട്ട് അവനൊന്നും മൂളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കാശിയേട്ടൻ കഴിക്കേ, എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്, പറഞ്ഞിട്ട് പെണ്ണ് എഴുന്നേറ്റ് സിങ്കിന്റെ അടുത്തേക്ക് ചെന്ന് കട്ടനിട്ട പാത്രം കഴുകാൻ തുടങ്ങി. പാത്രം തേച്ചു വെച്ചിട്ട് പൈപ്പ് തുറന്നതും അപ്പു കൈകുടഞ്ഞുകൊണ്ട് വിളിച്ചുപോയി. എന്താ എന്താ അർപ്പിതേ? കഴിച്ച പ്ലേറ്റും ഗ്ലാസുമായി സിങ്കിനടുത്തേക്ക് വന്ന കാശി വെപ്രാളത്തോടെ ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല കാശിയേട്ടാ, കയ്യിൽ വെള്ളം വീണപ്പോൾ നീറിപ്പിടിച്ചതാണ്. അപ്പു കൈ കുടഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന ബനിയിൽ കൈത്തണ്ട ഒന്ന് തൂത്തു. എവിടെ നോക്കട്ടെ? കാശി അവളുടെ ഇടത് കൈത്തണ്ട പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. കൈത്തണ്ടയിൽ 4 വിരലിന്റെയും നഖം ആഴ്ന്ന ചോര പൊടിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. എന്താ ഇത്? എങ്ങനെ പറ്റിയതാണിത്? ആ മുറിവിൽ വിരലോടിച്ചു തലോടിക്കൊണ്ട് കാശി തിരക്കി. അത് പിന്നെ എവിടെയോ കൊണ്ടതാണ്, ഓർമ്മയില്ല. കാശിയേട്ടന് വല്യമായി ഇഷ്ടമല്ല. അപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് കരുതി അപ്പു പറഞ്ഞത് അങ്ങനെയാണ്. കള്ളം പറയരുത് അർപ്പിത. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യം കള്ളം പറയുന്നതാണ്. അപ്പുവിന്റെ കൈ വിട്ട് മാറി നിന്നുകൊണ്ട് കാശി പറഞ്ഞു. വഴക്ക് പറയല്ലേ കാശിയേട്ടാ? അവന്റെ മുഖവും ശബ്ദവും ഒന്ന് മാറിയതും അപ്പു പേടിയോടെ പറഞ്ഞു. എന്നാ പറയ്, എന്താ ഉണ്ടായത്? സംഭവിച്ചത് എന്താണ് എന്ന് ഒരു ധാരണ ഉണ്ടെങ്കിലും അവളായി തന്നെ തുറന്നു പറയട്ടെ എന്നോർത്തു കാശി പറഞ്ഞു. വല്യമായി പിച്ചിയതാണ്. എപ്പോഴും ജോലി ചെയ്യാൻ വിളിക്കും. അപ്പോഴൊക്കെ പിച്ചുകയും നുള്ളുകയും ഒക്കെ ചെയ്യും. നല്ലോണം നോവും. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ മുഖം കുനിച്ചിരുന്ന് ഇരു കൈകൊണ്ട് കണ്ണ് തുടച്ച് അപ്പു പറഞ്ഞു. നിനക്ക് അച്ഛനോടോ അച്ചമ്മയോടോ പറയാൻ പാടില്ലായിരുന്നു അർപ്പിത? കാശി അവളുടെ ചുവന്നുപോയ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആദ്യമൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ വലിയ വഴക്കായി. പിന്നെ ബഹളവും വഴക്കും വേണ്ടാന്നോർത്ത് ഞാൻ ആരോടും ഒന്നും പറയാതെയായി. സാരമില്ല കാശിയേട്ടാ, ഇപ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല. മുഖം ഇരു കൈകൊണ്ട് തുടച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ഇനി ആരും നിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനി അഥവാ ആ സ്ത്രീ ഉപദ്രവിച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഇനി എന്നോട് പറയാതെ ഒളിപ്പിച്ചാൽ നിനക്കാകും തല്ല് കിട്ടുക. ഇപ്പതാ ഇങ്ങോട്ടിരുന്നോ, അത് ഞാൻ കഴുകി വെച്ചോളാം. അപ്പുവിനെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് കാശി പറഞ്ഞു. യോ, അതൊന്നും വേണ്ട. പെട്ടെന്ന് വെള്ളം നനഞ്ഞപ്പോൾ നേരിയതാണ്. അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാശിയേട്ടാ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പു നിർബന്ധമായി പറഞ്ഞിട്ട് ആ പാത്രം കഴുകിയെടുത്തു. കാശി അവളുടെ ഓരോ പ്രവൃത്തിയും നോക്കി കാണുകയായിരുന്നു.
ഓരോന്നും നല്ല വൃത്തിയോടും അടുക്കും ചിട്ടയോടും കൂടിയാണ് ചെയ്യുന്നത്. രാത്രി കഴിക്കാൻ എന്താ കാശിയേട്ടാ ഉണ്ടാക്കേണ്ടത്? അപ്പു ചോദിക്കുന്നത് കേട്ടാണ് അവൻ ആ പെണ്ണിൽ നിന്ന് നോട്ടം മാറ്റിയത്. അർപ്പിത, സത്യൻ ചേട്ടൻ്റെ കടയിലെ നെയ്റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? അപ്പുവിൻ്റെ കയ്യിലെ നഖം കൊണ്ട് ആ മുറിപ്പാടിൽ ഡെറ്റോൾ ചേർത്ത വെള്ളം കൊണ്ട് കഴുകിക്കൊണ്ട് കാശി ചോദിച്ചു. ഇല്ലെന്ന് അപ്പു ചുമൽ അനക്കി. എന്നാലേ നീ ഇവിടെ ഇരുന്ന് പഠിക്ക്. ഞാനൊന്ന് വായനശാല വരെ പോയിട്ട് കഴിക്കാനുള്ളതും വാങ്ങിക്കൊണ്ട് വേഗം വരാം. അവളുടെ കയ്യിൽ മരുന്ന് പുരട്ടി കൊടുത്തുകൊണ്ട് തന്നെ കാശി പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ലേ കാശിയേട്ടാ? എനിക്ക് ഇരുട്ടിൽ ഒറ്റയ്ക്ക് പേടിയാവും, അപ്പു വല്ലായ്മയോടെ അവനോട് പറഞ്ഞു. അതിനിപ്പോൾ ഇരുട്ടായില്ലല്ലോ. ദേ ഇവിടെ നിന്ന് നോക്കിയാൽ വായനശാല കാണാം. അവൻ റോഡിനപ്പുറത്തെ പാടത്തിനരികിലൂടെയുള്ള വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ദാ ഈ ഫോൺ അടുത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഓടി ഇങ്ങ് വരില്ലേ? പിന്നെ ഫോണിൽ എൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട്, നോക്കിയേ. ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. എനിക്ക് വേണ്ടി വാങ്ങിയ പുതിയ ഫോണാണോ കാശിയേട്ടാ? അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ അപ്പു തിരക്കി. അതെയല്ലോ. ഇഷ്ടമായോ? നോക്കിയേ. അച്ഛൻ്റെയും അച്ഛമ്മയുടെയും ഒക്കെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവളുടെ കയ്യിലേക്ക് ഫോൺ വെച്ച് കൊടുത്തിട്ട് കാശി പറഞ്ഞു. കാശി പുറത്തേക്ക് പോയതും അപ്പു വാതിലടച്ച് ഫോണെടുത്ത് അപ്പൂപ്പനെയും അമ്മമ്മയെയും വിളിച്ച് അവരോട് ഫോണിൻ്റെ കാര്യം പറഞ്ഞു. അവർ ഫോൺ വെച്ചതും പെണ്ണുടനെ അച്ചുവിനെ വിളിച്ചു. ഇത് ആരുടെ നമ്പറാണെടി? കാശിയേട്ടൻ്റെ അല്ലല്ലോ. ഫോൺ എടുത്തതും ഇപ്പുറത്ത് അപ്പു ആണെന്നറിയെ അച്ചു ചോദിച്ചു. ഇതെനിക്ക് കാശിയേട്ടൻ വാങ്ങിത്തന്ന പുതിയ ഫോണാടി, അപ്പു സന്തോഷത്തോടെ പറഞ്ഞു. നേരത്തെയൊക്കെ നീ പറഞ്ഞത് നിനക്ക് പ്രത്യേകിച്ച് ഫോൺ വേണ്ട, നിന്റെ അമ്മമ്മയുടെ ഫോൺ മതി എന്നല്ലേ? പിന്നെ ഇപ്പോൾ എന്തിനാ മോൾക്ക് സ്വന്തമായിട്ട് ഫോണൊക്കെ? ഒരു കല്യാണം കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങളെ, അച്ചു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും അല്ല, കാശിയേട്ടന് എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ വിളിക്കണമെങ്കിൽ എനിക്ക് ഫോൺ വേണ്ടേ, അതുകൊണ്ട് വാങ്ങിത്തന്നതാണ്, അപ്പു വല്ലായ്മയോടെ പറഞ്ഞു. ആയിക്കോട്ടെ. അച്ചുവിന് പെണ്ണിന്റെ വർത്തമാനം കേൾക്കെ ചിരി വന്നു. അല്ല, ഇപ്പൊ നീ എവിടെയാ അപ്പു? തറവാട്ടിലാണോ അതോ രാഗത്തിലാണോ? രാഗത്തിലാണ്. കാശിയേട്ടൻ ബാങ്കിൽ നിന്ന് വന്നപ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ടു വന്നു, അപ്പു ഫോണുമായി സെറ്റിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. എന്നാ നീ വെച്ചോടി പെണ്ണെ, ഞാൻ സംസാരിച്ചു നിന്റെ സമയം കളയുന്നില്ല, അച്ചു പറഞ്ഞു. യോ അച്ചു വെക്കല്ലേ, ഇവിടെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഇച്ചിരി നേരം കഴിഞ്ഞാൽ വിളക്ക് വച്ച് നാമം ചൊല്ലണം, അതുവരെ നിന്നോട് സംസാരിക്കാം, അപ്പു ഒരു ചിരിയോടെ പറഞ്ഞു. പിന്നെ കുറച്ചു നേരം ഇരുവരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അപ്പു ഫോൺ വെച്ചത്. ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും കേട്ടോ അമലേ, അവിടെ അർപ്പിത തനിച്ചല്ലേ ഉള്ളൂ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ കാശി അവനോട് പറഞ്ഞു. എന്തോ? എങ്ങനെ? ഒരാഴ്ച മുമ്പ് വരെ എൻ്റെ വീട്ടിൽ എൻ്റെ പെണ്ണും ഉണ്ടായിരുന്നു. അപ്പോൾ നീ എന്നെ നേരത്തെ പോകാൻ വിട്ടോടാ പന്നി, കാശിയുടെ തോളിൽ പിടിച്ചിരുന്നിടത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് അമൽ ചോദിച്ചു. നിന്റെ വീട്ടിലെ പോലെയാണോടാ എൻ്റെ കാര്യം? അവിടെ നിനക്ക് അമ്മയും അനിയനും ഒക്കെ ഇല്ലേ? ഇവിടെ അർപ്പിതയ്ക്ക് കൂട്ടായി ഇരിക്കാനുള്ള എനിക്ക് ആരാ ഉള്ളത്? ചിരിയോടെയാണ് അവൻ ചോദിച്ചത് എങ്കിലും ആ കണ്ണിലെ നീർത്തിളക്കം അമൽ കണ്ടിരുന്നു. എന്താടാ പെട്ടെന്ന് നിനക്കൊരു വിഷമം? ആരുടെയും കൂട്ടില്ലാതെ ജീവിക്കുന്നതാണ് സുഖം എന്ന് പറഞ്ഞിരുന്ന നീ ഇപ്പോൾ അതേ കാര്യത്തിന് കണ്ണു നിറയ്ക്കുന്നു. കാശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമൽ ചോദിച്ചു. ഇന്ന് ആ സ്ത്രീ തറവാട്ടിൽ വെച്ച് അർപ്പിതയുടെ കൈ മാന്തി പൊളിച്ചു. എനിക്കോ അവൾക്കോ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള ഹുങ്കാണടാ അവർ കാണിച്ചത്. അതൊക്കെ ഓർത്തപ്പോൾ എന്തോ ഒരു സങ്കടം, അത്രയുള്ളൂ. കാശി മെല്ലെ മുഖം തിരിച്ചു അവനെ നോക്കിയിട്ട് പറഞ്ഞു. കൊച്ചിനെ ഉപദ്രവിച്ചപ്പോൾ അവരുടെ മുഖം അടിച്ചു കൊടുക്കാൻ നിന്റെ കൈ എവിടെ പോയിരുന്നടാ? അമൽ ദേഷ്യത്തിൽ കാശിയെ നോക്കി ചോദിച്ചു. അവിടെ വെച്ച് ഞാനത് കണ്ടില്ലടാ. കുറച്ചു മുമ്പ് കയ്യിൽ വെള്ളം നനഞ്ഞപ്പോൾ നീറിയിട്ട് പെണ്ണ് കരഞ്ഞു, അപ്പോഴാണ് ഞാൻ കണ്ടത്. എന്നിട്ടും വഴക്ക് വരുമോ എന്ന് പേടിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് കള്ളം പറഞ്ഞു. ഞാൻ ദേഷ്യപ്പെട്ടപ്പോഴാണ് കണ്ണു നിറച്ച് കാര്യം പറഞ്ഞത്. കൈത്തണ്ടയിൽ 4 നഖമാഴുന്ന പാട് രക്തം പൊടിഞ്ഞു കിടപ്പുണ്ട്. അവളുടെ കയ്യിലെ ആ നഖപ്പാട് കൺമുന്നിൽ കാണും പോലെ പറഞ്ഞു. ഒപ്പം അടം മുറിച്ച് വായിൽ വെച്ച് തന്നിട്ട് പറഞ്ഞതൊക്കെ ചിരിയും വന്നു അവന്. മോനെ കാശിദേവാ, എന്താണ് എൻ്റെ പെങ്ങളുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇളിയൊക്കെ? എവിടെയൊക്കെ എൻ്റെ കൊച്ചങ്ങ് കയറി ഒട്ടിപ്പിടിച്ച മട്ടുണ്ടല്ലോ. കാശിയുടെ കവിളിൽ പിടിച്ചു വലിച്ചു വിട്ടുകൊണ്ട് അതിയായ സന്തോഷത്തോടെ അമൽ തിരക്കി. എന്തിളക്കം? ഒന്ന് പോയേടാ. ഞാൻ എന്താ കൊച്ചു കുഞ്ഞല്ലേ, ഒരു കുഞ്ഞു പെണ്ണിനെ കണ്ട ഉടനെ ഇളകാൻ? അമലിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കാശി പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ കാശിക്കുട്ടാ, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഈ അമലിനോട് നീ തന്നെ പറയും, എൻ്റെ കുഞ്ഞുപെണ്ണിനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലടാ എന്ന്. അമൽ വളരെ നാടകീയമായി പറയുന്നത് കണ്ട് കാശി പൊട്ടിച്ചിരിച്ചു പോയി. സന്തോഷമായടാ, നിന്റെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞ ഒരു ചിരി കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു, കാശിയെ ചേർത്ത് പിടിച്ച് അമൽ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു. അമലേ പോട്ടടാ, അവൾക്ക് ഇരുട്ട് ഇത്തിരി പേടിയാണ്. ഇരുട്ട് മാത്രമല്ല, മിന്നലും ഇടിയും ഒക്കെ പേടിയാണ്. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് ഗവനിക്കണ്ടേ? രാത്രി കഴിക്കാനുള്ളത് വാങ്ങി ഇറങ്ങുമ്പോൾ കാശി പറഞ്ഞു. അതിനെന്താടാ, നീ പൊയ്ക്കോ, ഞാൻ അന്വേഷിച്ചെന്ന് കൊച്ചിനോട് പറഞ്ഞേരെ.
വീട്ടിലേക്ക് വഴി തിരിയുന്നിടത്തെത്തിയപ്പോൾ അമൽ പറഞ്ഞു, "ഉവ്വേ, ഞാൻ പറഞ്ഞേക്കാം." പറഞ്ഞിട്ട് കാശി നേരെ വീട്ടിലേക്ക് നടന്നു. രാഗത്തിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ കൂപ്പിയ കരങ്ങളും പാതിയടഞ്ഞ മിഴികളുമായി ഇരുന്ന് നാമം ചൊല്ലുന്ന പെണ്ണിനെ കാണെ കാശി നെഞ്ചിൽ കൈവച്ച് ഒരു നിമിഷം നോക്കി നിന്നുപോയി. "നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചില്ലേ മോളെ?" രാത്രി ഷോപ്പിംഗ് കഴിഞ്ഞു വന്ന് സോണിയോട് ഹേമ തിരക്കി. "തൽക്കാലം കൊണ്ടുപോകേണ്ടതൊക്കെ വാങ്ങി അമ്മായി. ഇത് ഞാൻ അമ്മാവിക്ക് വേണ്ടി വാങ്ങിയതാണ്. കൊള്ളാമോ എന്ന് നോക്കിയേ." കയ്യിലിരുന്ന കവറിൽ നിന്ന് പുറത്തേക്കെടുത്ത പീകോക്ക് ഗ്രീൻ കോട്ടൺ സിൽക്ക് സാരി അവർക്ക് നേരെ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു. "അമ്മായിക്ക് എന്തിനാ മോളെ സാരി വാങ്ങിയത്? ഇവിടെ ഒരുപാട് സാരി ഉടുക്കാതെ ഇരിപ്പുണ്ട്." അവൾ കൊടുത്ത സാരി കയ്യിൽ വാങ്ങി ഭംഗി നോക്കിക്കൊണ്ട് ഹേമ പറഞ്ഞു. "സോണി, അതുകൂടെ അങ്ങ് എടുത്തു കൊടുത്തേക്ക്." ആദി അമ്മയെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും സോണി ബാഗ് തുറന്ന് ഒരു ജ്വല്ലറി ബോക്സ് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. "ഇതെന്താ ഇതിൽ?" ചോദ്യത്തോടെ അവർ ആ ബോക്സ് തുറന്നു നോക്കി. നിറയെ കുഞ്ഞു വെള്ളക്കല്ല് പതിപ്പിച്ച കമ്മൽ. "നന്നായിട്ടുണ്ട് മക്കളെ, അമ്മയ്ക്ക് ഇഷ്ടമായി." ഹേമ ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എത്ര തന്നെ സ്വർണ്ണമുണ്ടെങ്കിലും എപ്പോഴും പുതിയത് ഓരോ ആഭരണങ്ങൾ വാങ്ങാനും അതിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാനുമൊക്കെ ഹേമയ്ക്ക് വളരെയധികം താല്പര്യമുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ കമ്മലിന്റെ ഭംഗി നോക്കുന്ന ഹേമയെ കാണാൻ ആദ്യം ഒരു ചിരിയോടെ ഓർത്തു. "ഇതിപ്പോ ഒന്ന് സൺഡേ ആയെങ്കിൽ എന്നാ എൻ്റെ പ്രാർത്ഥന." സോണി കുറെ കവറുകളുമായി എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു. "ആ കാശിയുടെ സൗകര്യം നോക്കി നിങ്ങൾ എന്തിനാ ഞായറാഴ്ച പോകാൻ തീരുമാനിച്ചത്? അതുകൊണ്ടല്ലേ? അല്ലായിരുന്നുവെങ്കിൽ ഇന്നോ നാളെയോ പൊയ്ക്കൂടായിരുന്നോ?" ഹേമ അടുത്തിരുന്ന ആദിയെ നോക്കി ചോദിച്ചു. "അതിനിപ്പോൾ ഏട്ടന് വേണ്ടി മാറ്റിയതല്ലല്ലോ. നേരത്തെ തന്നെ സൺഡേ പോകാമെന്ന് തീരുമാനിച്ചതല്ലേ അമ്മേ?" ആദി അവരുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. "ഇങ്ങനെ ഒന്ന് കിടന്നിട്ട് എത്ര ദിവസമായി അല്ലേ അമ്മേ?" ആദി അവരുടെ കൈ പിടിച്ചെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് തിരക്കി. "അതിന് ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിനക്കല്ലേടാ സമയമില്ലാത്തത്." അവന്റെ തലയിൽ മെല്ലെ മസാജ് ചെയ്തുകൊണ്ട് ഹേമ തിരക്കി. താൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെ സംസാരിക്കുന്ന അമ്മയും മകനെയും കാണെ സോണിയുടെ മുഖം ഇരുണ്ടു. "എന്താ സോണി മോളെ ആഹാരം കഴിക്കാതെ ഇരിക്കുന്നത്? ദാ ഈ പാലങ്ങ് കുടിച്ചേ. അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്." ഹേമ കയ്യിലിരുന്ന പാൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. "എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് അമ്മായി, വിശപ്പില്ല." പാല് വാങ്ങാതെ സോണി പറഞ്ഞു. "അത് പറ്റില്ല, ഇത് കുടിച്ച് എന്നിട്ട് കിടന്നേ. ഇന്ന് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞതല്ലേ, അതിൻ്റെ ക്ഷീണമുണ്ടാവും." പാല് അവളുടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഹേമ പറഞ്ഞു. പിന്നെ സോണി ഒന്നും മിണ്ടാതെ ആ പാല് വാങ്ങി കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ ഏൽപ്പിച്ചു. അപ്പോഴും അവളുടെ മുഖം വാടിയിരുന്നത് അവർ ശ്രദ്ധിച്ചില്ല എങ്കിലും എന്തോ ഒരു കാര്യം അവളുടെ ഉള്ളിൽ കിടന്നു കൂടിയിട്ടുണ്ട് എന്ന് ആദിക്ക് തോന്നിയിരുന്നു. "നിനക്കെന്ത് പറ്റി സോണി? പെട്ടെന്ന് മുഖം വാടിയല്ലോ. എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ?" ഹേമ ഗ്ലാസുമായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും വാതിലടച്ച് കുറ്റിയിട്ട് വന്ന ആദി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി. "എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ വിട്ടേ ആദിയേട്ടാ." ആദിയുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് സോണി പറഞ്ഞു. "നിനക്കിതെന്താ സോണി? നിമിഷ നേരം മതിയല്ലോ നിനക്ക് പിണക്കം വരാൻ. എന്താണ് കാര്യം? എന്നെങ്കിലും പറഞ്ഞൂടെ?" അവളെ ബലമായി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി തിരക്കി. സോണി അവൻ പറയുന്നത് കേട്ട് അവനെ കൂർപ്പിച്ചു നോക്കി. "നീ പിണങ്ങിയിരുന്നാൽ എനിക്കെന്തോ ഒരു സങ്കടമാണടി." അവളുടെ നെറ്റിൽ ചുണ്ടമർത്തിക്കൊണ്ട് ആദി പറഞ്ഞു. "ആദിയേട്ടന് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ?" അവന്റെ വാക്കുകളിൽ പിണക്കം മറന്ന് ആദിയുടെ നെഞ്ചിൽ ഉമ്മ വെച്ചുകൊണ്ട് സോണി തിരക്കി. "പിന്നല്ലാതെ. നിന്നെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എല്ലാരെയും പിണക്കി ഞാനും അമ്മയും നിന്നെ ഇങ്ങോട്ട് കൂട്ടിയത്?" ആദി അവളുടെ മുഖത്താകെ ചുംബിച്ച് ഒടുവിൽ ചുണ്ടിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു. "കാശിയേട്ടാ, ഞാൻ ഇന്ന് വൈകിട്ട് തറവാട്ടിൽ പോകുന്നില്ല. കോളേജിൽ നിന്ന് നേരെ ഇങ്ങ് പോന്നോളാം." രാവിലെ ഒരുമിച്ച് അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് അപ്പു പറഞ്ഞത്. "നിനക്ക് ഒറ്റയ്ക്ക് പേടിയെന്നല്ലേ പറഞ്ഞത്?" കാശി പെണ്ണിനെ ചുഴിഞ്ഞ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. "പകൽ പേടിയൊന്നുമില്ല, ഇരുട്ട് വന്നാൽ പേടിയാകും. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും അമ്മമ്മ ഉണ്ടാകും." ദോശ നെയ്യ് തൂവി മൊരിച്ചെടുക്കുന്ന കാശിയെ ഒന്ന് നോക്കിയിട്ട് പാത്രം കഴുകുന്നത് തുടർന്നുകൊണ്ട് അപ്പു പറഞ്ഞു. "അപ്പോൾ അമ്മമ്മയാണ് അല്ലേ നിന്നെ ഇങ്ങനെ പേടിത്തൊണ്ടിയാക്കിയത്?" കാശി ഒരു ചിരിയോടെ തിരക്കി. "ഞാൻ പേടിത്തൊണ്ടിയൊന്നുമല്ല, നല്ലതാണ്." കണ്ണും ചുണ്ടും കൂർപ്പിച്ച് പറഞ്ഞിട്ട് രണ്ടാൾക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ വിളമ്പിയെടുക്കാൻ തുടങ്ങി അപ്പു. "നീ നല്ല കുട്ടിയൊക്കെയാണ്, പക്ഷേ നിനക്കൊട്ടും ധൈര്യമില്ല. നിന്നെ അച്ചമ്മ പൊത്തി പൊത്തി വളർത്തി കളഞ്ഞു." കാശി അവളോട് തർക്കിക്കാനെന്ന പോലെ വീണ്ടും പറഞ്ഞു. "ഞാനേ ഇനി കാശിയേട്ടനോട് മിണ്ടൂല." പിണങ്ങി മുഖം വെട്ടിച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോവെ ആ പോക്കും നോക്കി നിന്നവൻ പൊട്ടിച്ചിരിച്ചുപോയി. "നോക്കിക്കോ, ഞാൻ അമ്മമ്മയോട് പറഞ്ഞു കൊടുക്കും. കാശിയേട്ടൻ വഴക്കും വാങ്ങിത്തരും." അവന്റെ ചിരി കണ്ട് പെണ്ണ് കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് മുറിയുടെ വാതുക്കൽ നിന്ന് പറഞ്ഞു. "അയ്യോ, പറയല്ലേ നിന്റെ അമ്മമ്മയോട്. പറഞ്ഞാലേ എനിക്ക് പേടിയാവോടി." കാശി ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. പെണ്ണൊന്ന് ചവിട്ടി തുള്ളിക്കൊണ്ട് അകത്ത് കയറി വാതിലടച്ചു. ഇതുപോലെ എല്ലാം മറന്ന് ചിരിച്ച കാലം ഞാൻ തന്നെ മറന്നുപോയിരുന്നല്ലോ എന്ന് കാശി ഓർത്തുപോയി. അർപ്പിത, അവൾ എന്ത് മാജിക്കാണ് ഓരോ നിമിഷവും കാണിക്കുന്നത്. അവൾക്കൊപ്പം നിൽക്കുന്ന ഓരോ നിമിഷവും സന്തോഷം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. കാശി മിടിക്കുന്ന ഇടനെഞ്ചിൽ കൈപ്പത്തി ചേർത്ത് നിന്നുകൊണ്ട് ആ അടഞ്ഞ വാതിലിലേക്ക് നോക്കി നിന്നു.
എന്താടി ഇന്ന് ഭയങ്കര ഗൗരവമാണ്? ബസ് സ്റ്റോപ്പിൽ മുഖവും വീർപ്പിച്ചു നിന്ന് അപ്പുവിനെ കണ്ട് അച്ചു തിരക്കി. ആ, ഞാനിന്ന് കുറച്ച് ദേഷ്യത്തിലാണ്, മുഖം കനപ്പിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. എൻ്റെ അപ്പൂസിന് എന്തിനാ ഇപ്പോൾ ഇത്രയും ദേഷ്യം? അവളുടെ കവളിലൊന്ന് കിള്ളിക്കൊണ്ട് അച്ചു ചോദിച്ചു. ഞാൻ പേടിത്തൊണ്ടിയാണോ അച്ചു? എന്നെ പേടിത്തൊണ്ടിയാക്കിയത് അമ്മമ്മയാണ് എന്ന് പറഞ്ഞു. അപ്പു കണ്ണും കോപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? അച്ചുവിന് അവളുടെ നിൽപ്പും ഭാവവും കണ്ട് ചിരി വന്നുവെങ്കിലും അത് അടക്കി പിടിച്ചു തിരക്കി. കാശിയേട്ടൻ പറഞ്ഞു. അപ്പു മെല്ലെ പറഞ്ഞു. ഞാൻ സത്യം പറയണോ കള്ളം പറയണോ? ബസ്സിൽ കയറി സീറ്റ് പിടിച്ച് രണ്ടാളും ഇരുന്നതും അച്ചു തിരക്കി. സത്യം പറഞ്ഞാൽ മതി. അച്ചു എന്താവും പറയാൻ പോകുന്നതെന്ന് അറിയാവുന്നതുപോലെ ഇത്തവണ അപ്പുവിൻ്റെ ശബ്ദം പതിഞ്ഞുപോയി. എൻ്റെ അപ്പു ചില സമയങ്ങൾ ഭയങ്കര ധൈര്യശാലിയാണ്. മറ്റു ചിലപ്പോൾ, അതായത് ഇരുട്ട്, ഇടി, മിന്നൽ, പിന്നെ മറ്റുള്ളവരോട് വഴക്കിടുന്നത്, അതുപോലെ ദേഷ്യപ്പെടുന്നത് ഒക്കെ എൻ്റെ അപ്പുവിന് പേടിയാണ്. ഇതൊക്കെ ഇത്രയും പറയാൻ ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും പേടി എന്നൊരു വികാരമുണ്ടെന്നേ. എനിക്ക് തോന്നുന്നു കാശി ചേട്ടൻ നിന്നെ കളിയാക്കിയതാണെന്നാണ് എൻ്റെ അപ്പൂസേ. അപ്പുവിൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് അച്ചു പറഞ്ഞു. അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും എൻ്റെ മുഖത്ത് നോക്കി ഞാൻ പേടിത്തൊണ്ടിയാണെന്ന് പറയാമോ? എനിക്കത് വിഷമമായി. അതുകൊണ്ട് ഞാൻ ഇന്ന് കാശിയേട്ടനോട് പിണക്കമാണ്. അപ്പു കണ്ണുകൾ അടച്ച് ഇരുന്ന് പറഞ്ഞു. ആരോടും പിണങ്ങാത്ത, മുഖം കറുപ്പിക്കാത്ത അപ്പു അവളുടെ കാശിയേട്ടനോട് അതൊക്കെ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അതവളുടെ കാശിയേട്ടനോടുള്ള സ്നേഹമാണെന്ന് അച്ചുവിന് മനസ്സിലായിരുന്നു. അപ്പുവിൻ്റെ മാറ്റം കണ്ട് അതിയായ സന്തോഷം തോന്നി അച്ചുവിന്. അപ്പൂസെ, വൈകിട്ട് നമുക്കൊന്ന് ഫാൻസിയിൽ കയറണം കേട്ടോ. ബസ് ഇറങ്ങി കോളേജിനകത്തേക്ക് നടക്കുമ്പോൾ അച്ചു പറഞ്ഞു. അപ്പു ചോദിച്ചതിന് പെണ്ണൊന്നും മൂളി. ദേ ഡി, നിന്റെ മിച്ചേച്ചി, ആ താടക മിസ്സില്ലേ വിനീത, അവളുടെ കൂടെ നിൽക്കുന്നു. അച്ചു മൃദുലയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അപ്പുവിൻ്റെ കാതിൽ പറഞ്ഞു. മിച്ചി അല്ല അച്ചു, മിച്ചേച്ചി. അപ്പു ചിരിയോടെ അച്ചുവിനോട് പറഞ്ഞിട്ട് മൃദുലയും വിനീതയും നിൽക്കുന്നിടത്തേക്ക് നോക്കി ചിരിച്ചു. എന്നാൽ ഏത് ശത്രുവിനെ കണ്ടതുപോലെ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം മുഖം വെട്ടിച്ച് രണ്ടാളും അവൾക്ക് മുന്നിലൂടെ പോയി. ആ പെണ്ണുങ്ങളെ നോക്കി ചിരിക്കേണ്ട വല്ല കാര്യവും നിനക്കുണ്ടായിരുന്നോ അപ്പൂസെ? ഒരു നിമിഷം കൊണ്ട് മങ്ങിപ്പോയ അപ്പുവിൻ്റെ മുഖം കാണെ അവളെ ചേർത്ത് പിടിച്ച് കൊണ്ട് അച്ചു ചോദിച്ചു. വിനീത മിസ്സും മിച്ചേച്ചിയും മുമ്പ് എന്നെ കാണുമ്പോൾ ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ച്. നിനക്കറിയുന്നതല്ലേ അച്ചു? അപ്പു വല്ലായ്മയോടെ തിരക്കി. അതൊക്കെ അറിയാം. അവളുമാരോട് പോകാൻ പറയും. രണ്ടിനും എന്താ ജാട? അച്ചു അവരെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല അപ്പു, ഈ മൃദുലയെ നിന്റെ കാശിയേട്ടൻ കോളേജിൽ കൊണ്ട് വിടാനും ഇടയ്ക്കൊക്കെ വിളിക്കാനുമൊക്കെ വരുമായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങളുടെ കല്യാണത്തിന് പോലും ഈ പെണ്ണിനെ കണ്ടില്ലല്ലോ. എന്താ പറ്റിയതെന്ന് നീ ചോദിച്ചില്ലേ കാശിയേട്ടനോട്? അപ്പുവിൻ്റെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ അവൾ തിരക്കി. ഞാനൊന്നും ചോദിച്ചില്ല അച്ചു. എന്തോ എക്സാം ആയിരുന്നു എന്നാണ് അമ്മമ്മ ചോദിച്ചപ്പോൾ ചെറിയമ്മാവൻ പറഞ്ഞത്. അപ്പു ആലോചനയോടെ പറഞ്ഞു. അതെന്തോ ആയിക്കോട്ടെ. നീ ആ രണ്ട് പെണ്ണുങ്ങളെയും ഒന്ന് സൂക്ഷിക്കണം അപ്പു. ഡെസ്കിൻ്റെ മേലെ ബാഗും വെച്ച് ബെഞ്ചിലേക്ക് ഇരിക്കുമ്പോൾ അച്ചു പറഞ്ഞു. അതെന്താ അച്ചു നീ അങ്ങനെ പറഞ്ഞേ? അപ്പു ചോദ്യഭാവത്തിൽ മുഖമുയർത്തി അവളെ നോക്കി. എനിക്കറിയില്ല അപ്പൂസെ, ഇന്നെന്തോ അവരെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പുവിനെ കണ്ടപ്പോൾ വിനീതയുടെ മുഖത്തുണ്ടായ ഭാവം ഓർത്തുകൊണ്ടാണ് അച്ചു പറഞ്ഞത്.